ജനം ടി വി വോട്ട് വാർത്താ സംഘം പൂഞ്ഞാർ മണ്ഡലത്തിലെ എരുമേലിയിൽ NDA സ്ഥാനാർത്ഥി PC ജോർജിനൊപ്പം ചേരുകയുണ്ടായി. നമുക്ക് ആ വിശേഷങ്ങൾ കാണാം. ജനം ടി വി വോട്ട് വാർത്താ സംഘം പൂഞ്ഞാർ മണ്ഡലത്തിലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പൂഞ്ഞാർ മണ്ഡലത്തിൽ എങ്ങനെ PC ജോർജ് കഴിഞ്ഞ തവണ തോറ്റു എന്നാണ് നമ്മുടെ സംശയം. കാരണം ഇത്രയും ആളുകൾ, ഇത്രയും ആരവം, എത്രയോ ജനമനസ്സുകൾ കീഴടക്കിയാണ് അദ്ദേഹം. ഇപ്പോൾ ഈ ഉച്ച സമയമാണ്, നട്ടുച്ച വെയിലിൽ, കത്തി നിൽക്കുന്ന വെയിലിലും ഇത്രയധികം ജനക്കൂട്ടം അദ്ദേഹത്തിനൊപ്പം ഇളകി മറിയുകയാണ്. PC ജോർജ് എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിന്റെ വികാരമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെയല്ലേ ശില്പ? തീർച്ചയായിട്ടും പൂഞ്ഞാർ ആശാനാണ് അല്ലേ? പൂഞ്ഞാർ ആശാനെ കുറിച്ച് PCയോട് ചോദിക്കുന്നതിന് മുന്നേ നമുക്ക് കൂടെയുള്ളവരോട് ചോദിക്കാം. എന്താണ് പൂഞ്ഞാർ ആശാനെ കുറിച്ചുള്ള അഭിപ്രായം? പൂഞ്ഞാർ ആശാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ദൈവത്തിന് തുല്യം. എന്ത് വേണം? ഈ മനുഷ്യൻ എങ്ങനെ തോറ്റു എന്നാണ് ഇവിടെ സംശയം. അത് ഒരു മതവർഗീയത ഉണ്ടാക്കി തെറ്റിദ്ധരിപ്പിച്ച് 27,000 വോട്ട് ഒരുമിച്ച് എനിക്കെതിരായിട്ട് അവർ ചെയ്തു. അവരെല്ലാം ഇപ്പോൾ സത്യം മനസ്സിലാക്കി. അതൊക്കെ മറികടന്ന് ഇപ്രാവശ്യം ഒരു തകർപ്പൻ വിജയം. എങ്ങനെയാണ് ഇത്തവണത്തെ? അങ്ങ് പല തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ള ആളാണ്, പുതിയ ആളുകളെ പോലെ അല്ലല്ലോ. എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പം 28,000 വോട്ട് 27,821 വോട്ട് ഭൂരിപക്ഷം കിട്ടി ജയിച്ച ആളാണ്. പക്ഷേ അന്നത്തെ തന്നെ അന്ന് ഞാൻ ജയിക്കുമ്പോൾ BJP, ഞാൻ ഒരു പാർട്ടിയില്ലെന്ന്, BJPക്ക് അന്ന് 19,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ BJPയുടെ വോട്ടുകൂടെ ഇപ്പം BJP എന്ന് പറഞ്ഞാൽ മുഴുവൻ മരിച്ചു നിൽക്കുന്ന പിള്ളേരാണ്. BJPയുടെ RSSൻ്റെ പിന്നെ BMS വരെ ഒറ്റക്കെട്ടാണ്. ഒരു തർക്കമില്ല, അവരെല്ലാം മരിച്ചു നടക്കുക. എന്നേക്കാൾ കൂടുതൽ ആത്മാർത്ഥത അവർക്കാണ്. ആ നിലയ്ക്ക് എൻ്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നതിൽ ഒരർത്ഥമില്ല. ഞാൻ 20,000 മുകളൊക്കെ ചുമ്മാ പറയാം. ചിലപ്പം ദൈവം അനുഗ്രഹിച്ച് അതിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ PC ജോർജിനെ തോൽപ്പിക്കാനാണോ എന്നറിയില്ല, ഈ FCRA എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയപ്പെടുത്തുകയാണ്. ഇതെന്തോ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പരിപാടിയാണ്. ഞാൻ ചോദിക്കട്ടെ, പറയും പിണങ്ങരുത് എന്നോട്. ആ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷാ വളരെ വ്യക്തമായി പറഞ്ഞു, ക്രിസ്ത്യൻ സമുദായത്തിന് ഇതുകൊണ്ട് ഒരു ദൂഷ്യവും വരികയില്ല എന്ന് ഞങ്ങൾ വാക്ക് പറയുന്നു. പറഞ്ഞല്ലോ. അതെ. ആ നിയമം പാലിച്ച റിജു മന്ത്രി, അദ്ദേഹം ഒരു കാരണവശാലും ഇല്ലെന്ന് പറഞ്ഞു. എന്ന് ബിഷപ്പുമാരോട് സംസാരിച്ചു. ആ സംസാരിച്ച് കഴിഞ്ഞിട്ടും ചില ബിഷപ്പുമാർ കയറി ഈ കേന്ദ്ര ഗവൺമെൻറ് കുറ്റം പറയുന്നത് ഞാൻ അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ബിഷപ്പാണേലും അച്ഛനാണേലും അൽമേനിയാണേലും ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം. അത് ഞാൻ പറയുമ്പോൾ എൻ്റെ മുഖത്തോട്ടൊന്നും കയറിയിട്ട് കാര്യം, അതൊന്നും പൂഞ്ഞാറ് വില പോകില്ല. പക്ഷേ അത് വെറുതെയാ. ഈ പൂഞ്ഞാറുകാരുടെ ഹൃദയം തൊട്ടറിഞ്ഞ ആളാണ് PC ജോർജ്. തൊട്ടറിഞ്ഞ ഹൃദയത്തിലാ കിടപ്പ് ഞാൻ. എന്താണ് പൂഞ്ഞാറുകാരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ? എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടതായിട്ടുള്ളത്? ഇവിടെ ഒത്തിരി എരുമേലി എന്ന് പറയുമ്പോൾ പറയേണ്ട പോയി ഒത്തിരിയേറെ കാര്യങ്ങളാണ്. എരുമേലിയായത് എരുമേലി എന്ന് പറയുമ്പം ഇത്രയും വലിയൊരു പഞ്ചായത്ത്, ആദ്യം മുക്കൂട്ടൂർ പഞ്ചായത്ത് ഉണ്ടാക്കണം. അതുപോലെ തന്നെ എരുമേലി എന്ന് പറയുന്ന മതസൗഹാർദ്ദ കേന്ദ്രമായിട്ട് മനുഷ്യൻ പറച്ചിലേ ഉള്ളൂ. സത്യത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ മതസൗഹാർദ്ദ കേന്ദ്രമാണ് എരുമേലി. അത് ഭൂപടത്തിൽ രേഖപ്പെടുത്തണമെന്ന് എൻ്റെ അഭിപ്രായം. അത് അയ്യപ്പൻ തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ്. അതെ അതെ അതെ, അത് ക്ഷമിക്കാൻ പറ്റില്ല. ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. ഇവിടെ ജനങ്ങളോട് ചോദിച്ചാലും PCനെ എപ്പോ വേണമെങ്കിലും എന്താവശ്യത്തിന് സമീപിക്കാന്ന് പറയുന്നത്. എങ്ങനെ ഇങ്ങനെ ആളുകളെ കൈയെടുക്കുന്നു? ഞാൻ കയ്യിലെടുക്കുന്നതല്ല, എൻ്റെ സ്വഭാവം അങ്ങനെ. ഞാൻ നമ്മുടെ കയ്യിലേക്ക് വരിക. ഞാൻ ആരുടെയും വഴക്കുണ്ടാക്കാറില്ല. അവന് എന്നോട് ഇഷ്ടമില്ലാത്ത ഞാൻ നീ പോടാന്ന് പറയും, അല്ലാതെ ഉടനെ അവനെ സൂചിപ്പിക്കുകയില്ല. പക്ഷേ ഞാൻ 100% ആത്മാർത്ഥമായിരിക്കും. ഒരു കാര്യം ഏറ്റാൽ അത് 100%. അതിനകത്ത് പിന്നെ വെള്ളം ചേർക്കല. PC ജോർജ് എന്ന പ്രതിഭാസം, അദ്ദേഹം ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓൺ ദ സ്പോട്ട് ആക്ഷനാണ്. അപ്പം ടെലിഫോൺ ചെയ്യുക, അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ള. പിന്നെന്നുള്ള രാഷ്ട്രീയക്കാരുടെ ആ ഒരു നടത്തിത്തരാന്നുള്ള പ്രശ്നമില്ല. ലെറ്റ് മീ ടോക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു പരിപാടി ഇല്ല. ഓൺ ദ സ്പോട്ട് ആക്ഷൻ. എൻ്റെ അടുത്ത് വന്നാൽ അന്നേരം തന്നെ ചെയ്യണം, അന്നേരം ചെയ്യും. അത് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റിക്കൊണ്ട് കാര്യം എന്താ? അങ്ങനെ വളർന്നു എന്നെ അപ്പം വളർത്തുക. അങ്ങനെ വളരെ പറഞ്ഞ അതീവ സമ്പന്നായിരുന്നു എൻ്റെ അപ്പൻ. മനസ്സിലായില്ലേ? ഈ പൂഞ്ഞാറേയും ചൂടും കള്ളുഷാപ്പും പട്ടക്കടകളും അതെല്ലാം അങ്ങനെ. അപ്പോൾ ഒരു 100-500 സ്റ്റാഫ് ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം വീട്ടിൽ കാണും. അവരുടെ ഇടയ്ക്ക് ജീവിച്ചോനെ. അങ്ങനെ വളർന്നു വന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 15-16 വയസ്സായപ്പോൾ രാഷ്ട്രീയമായി. പിന്നെ എറണാകുളത്ത് വിദ്യാഭ്യാസം പോയി. അത് രാഷ്ട്രീയത്തിലേക്ക്, അങ്ങനെ ആ രാഷ്ട്രീയത്തിലേക്ക് വന്നു. PC ജോർജ് ഇപ്പോൾ വന്നിരിക്കുന്ന പല സർവേകളിലും പറയുന്നത് അപ്പനും മോനും നിയമസഭയിൽ കാണുമെന്നാണ്. അതാണല്ലോ ശരി. ചരിത്രം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് ഞാൻ ചെയ്യട്ടെ, മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് മന്ത്രിയാകാത്ത ആരെങ്കിലും ഞാനല്ലാതെ ഉണ്ട്? പറ. ഞാനല്ലാതെ ഒരാളുടെ പേര് പറ.
അതായത് PS ശക്ത പത്രത്തിലാണ് എൻ്റെ കൂടത്ത് PC അവർ കാണും. ഞാൻ രാവിലെ 6 മണിക്ക് വീട്ടിൽ ചെന്നു പുള്ളി പത്രം വായിക്കുന്ന സമയം എനിക്കറിയാമല്ലോ എന്ന് ആ ഇടയിൽ കൂടെ കയറി പോകുമ്പോൾ വേറെ ആരും അവിടെ കയറ്റുകയല്ലോ കയറി ചെന്നു. ഞാൻ കാരണത്തോട് ആരാ പറഞ്ഞ കൂട്ടത്തിൽ കാണുമെന്ന് ചോദിച്ചു. മന്ത്രിസഭ ഞാൻ കാണുകയല്ലെന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. കുറച്ച് അഭിപ്രായം വന്നു. അങ്ങനെ ഞാൻ മാറിയതാണ്. എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു ആഘോഷം തോന്നിയിട്ടില്ല അതിനകത്ത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ബാക്കിയുള്ളവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും എൻ്റെ മനസ്സാക്ഷി ശരിയാണ് ചെയ്തെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി നിർബന്ധിച്ചു, രമേശ് ചെന്നിത്തല നിർബന്ധിച്ചു, കുഞ്ഞാലിക്കുട്ടി നിർബന്ധിച്ചു. അപ്പോൾ ഒരു പരിധി വരെ ആയേക്കാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ പാർട്ടിയുടെ മാണിയും ജോസഫും ഞങ്ങൾ ഒന്നാണ്. മാണിയും ജോസഫും ജോറിയും എല്ലാം ഒന്നായി നടക്കാല. അവർ രണ്ടുപേരും കൂടിച്ച് എന്നോട് പറഞ്ഞു നമുക്ക് 2 മന്ത്രി മതിയെന്ന്. ഞാൻ പറഞ്ഞു 3 തരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടിയും രമേശും എല്ലാം നിൽക്കുക 3 എടുത്തോന്ന് പറഞ്ഞു. നമുക്ക് 2 മതി, ജോസഫാണ് നിർബന്ധിക്കുക 2 മതി. ഞാൻ പറഞ്ഞു മതി, പാർട്ടി തീരുമാനം ഞാൻ അംഗീകരിച്ചത്. അങ്ങനെ 2ആയി. അല്ലെങ്കിൽ അന്ന് ഞാൻ ചിലപ്പം മന്ത്രിയായി പോയത്. ഈ കത്തി നിൽക്കുന്ന വേനലിലും എങ്ങനെയാണ് PC-യുടെ മുഖത്ത് ഒരു തളർച്ച പോലും ഇല്ല? എന്തൊരു വെയിലാണ് ഇതെന്താണ് PC ആരോഗ്യത്തിന്റെ രഹസ്യം? ഈ ഇരിക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ആര് തളരാൻ? ജനമല്ലേ ചെല്ലുന്നിടത്തല്ല. എനിക്കൊണ്ട് വിനോദേട്ടാ നമുക്ക് ഇവിടെ PC കൂടി നിൽക്കുന്ന വികാരമാണ്. അതെ ഉറപ്പായിട്ടും പൂഞ്ഞാറിന്റെ വികാരമാണ് PC. ഇല്ലില്ല. ഒരിക്കലും കണ്ണുവെച്ചാലൊന്നും തളരുന്ന ആളല്ല PC. വീഴൂല, തളരൂല്ല. PC ആരും കണ്ണുവെച്ചാലും PC അതിനകത്തൊന്നും പെടൂല. എന്തായാലും തീയിൽ കൊടുത്തതാണ്, വെയിലത്ത് വാടൂല. പൂഞ്ഞാർ ഇത്തവണ PC-ക്കൊപ്പം തന്നെയാവും അല്ലെ? PC തൂക്കും അല്ലേ? അതാണ്. അങ്ങനെ തന്നെയാണ് വോട്ട് വാർത്താ സംഘം പൂഞ്ഞാറിൽ ഈ നട്ടുച്ച വെയിലിൽ വന്ന് നിൽക്കുമ്പോഴും ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം, അത് ജാതി മത ഭേദം വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാവരും പറയും ഞങ്ങൾക്ക് PC മതി.